ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ഒരു ഹാപ്പിയസ്റ്റ് ന്യൂസ് പറയാനുണ്ട്. അതായത് ഇന്ന് ഒരു സെക്കൻഡ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഈ അബീസ് വിഷന്റെ കൂടെ അബീസ് വ്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയൊരു ചാനൽ, അതായത് എൻ്റെ സെക്കൻഡ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിലും ടെക് പരമായിട്ടുള്ള നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സഹകരണങ്ങൾ, അതായത് ഈ ചാനലിൽ എനിക്ക് തന്നിരിക്കുന്ന അതേ സഹകരണങ്ങൾ തന്നെ നിങ്ങൾ ആ ചാനലിന് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞാൽ, വാട്സപ്പിൽ നമ്മളെ വിചാരം നമുക്ക് എല്ലാ ഓപ്ഷൻസും അറിയുന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അറിയാത്ത കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലേ ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. വാട്സപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ള, നമുക്ക് അറിയാത്ത കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഒന്ന് പറയുന്നത്. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ വൈഫിൻ്റെ തന്നെ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ സാധാരണ അയക്കുന്നത് എങ്ങനെയാണ്? ഹായ്, ഹലോ, ഹൗ ആർ യു, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ സെൻറ്റൻസുകളൊക്കെ ആയിരിക്കും നമുക്ക് അയക്കുക. അപ്പോൾ അയക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ പാടാണ്. ഇവിടെ കണ്ടില്ല, ഞാൻ വലിയൊരു സെൻറ്റൻസ് നമ്മൾ ഇതേപോലുള്ള ഇതിലും വലുതൊക്കെ നമ്മൾ അയക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ അയക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് അയച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ആവും അല്ലേ? സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എഡിറ്റ് ചെയ്യാൻ പറ്റാതല്ല, പക്ഷേങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതായത് ഇതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്തതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ആ 3 ഡോട്ട്സ് കാണുന്നില്ലേ, കണ്ടോ 3 ഡോട്ട്സ്, ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെലക്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം രണ്ടാമതും ആ 3 ഡോട്ട്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം റീഡ് അലൗഡ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ Hi, how are you? Hope everything going smooth. ഇതേപോലെ നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, സെൻഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കറക്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതേപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തെറ്റാതെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ അടുത്തൊരു സെൻറ്റൻസ് കൂടി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ഓൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്താൽ തന്നെ സെലക്ട് ഓൾ വരും. സെലക്ട് ചെയ്തു. ഇനി ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റീഡ് അലൗഡ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. Where are you now? നമുക്കത് കൃത്യമായിട്ട് കേൾപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ഇതേപോലെ മെസ്സേജുകൾ നമുക്ക് അയക്കാൻ സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.